കുഞ്ഞിപ്പുള്ളികളിലെ ഷോർട്ട് കുർത്തിക്ക് പറ്റിയിട്ടുള്ള മെറ്റീരിയൽ കുറച്ചുകൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതാ ഇപ്പോൾ പുതിയത് വന്നത് ഫ്രോക്ക് നൈറ്റിക്കും കഫ്താനിനും പറ്റുന്ന സിഗ്സാഗ്, അതുപോലെ ലൈൻ മോഡൽസ്, അതുപോലെ ബോർഡർ ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചോ. അജ്രക്കിൻ്റെ മെറ്റീരിയലാണ്. 290 320 കുറച്ച് പീസുകളേ ഉള്ളൂ. അത് ഈ മോഡലല്ല. അപ്പോൾ ഉള്ളത് എങ്ങനത്താണ് വേണമെന്നുള്ളത് മെസ്സേജ് അയച്ചാൽ അതിനനുസരിച്ച് ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഉള്ള മെറ്റീരിയലിൻ്റെ കറക്റ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടിക്കറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക, അഡ്രസ്സ് വിടുക. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങളുടെ വീട്ടിലെത്തും. കൊറിയർ വഴിയാകുമ്പോൾ 2-ാം ദിവസം കിട്ടും, പോസ്റ്റ് ആകുമ്പോൾ 4-ാം ദിവസം കിട്ടും. കുറഞ്ഞത് 4, കൂടിയത് 5, അങ്ങനെയാണ് പോസ്റ്റ്. ചിലപ്പോൾ 3-ാം ദിവസവും കിട്ടാറുണ്ട്. പോസ്റ്റ് ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നേരും, കൊറിയർ ആകുമ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങണം. പക്ഷെ എന്നാലും അർജൻറ്റ് ഉള്ളവർക്ക് അങ്ങനെ പോസ്റ്റിന് ചാർജ് കുറവാണ്, കൊറിയറിന് ചാർജ് കൂടുതലുമാണ്, അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം 290 അഥവാ 56 സൈസിൻ്റെ പീസുകളാണ്. ഷോർട്ട് കുർത്തികളാണെങ്കിൽ 2 അടിക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 1 അടിക്കാൻ പറ്റുള്ളൂ. അജ്രക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ബ്ലൗസോ നൈറ്റിയോ ടോപ്പോ അതുപോലെ ബോയ്സിന് ഷർട്ട് വരെ അടിക്കുന്നുണ്ട്. അതുപോലെ പട്ടുപാവാടകൾ, ചെറിയ ഫ്രോക്കുകൾ, എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്താലും ഏത് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയുള്ള മെറ്റീരിയൽസാണ്. സാധാ കോട്ടൻ്റെ അജ്രക്ക് എന്ന് പറയേണ്ടത് എന്താ, കോട്ടൺ ആണോ മസ്ലിനാണോ എന്ന് ചോദിക്കണവരുണ്ട്. അത് കോട്ടൺ തന്നെയാണ്. കോട്ടണിന് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു തുണിയാണ്, റയോണൊന്നുമല്ല. ഇനി ആൽഫൈന് റയോൺ അതൊന്നും ഇപ്പോൾ ഇല്ല, സ്റ്റോക്ക് കിട്ടിയിട്ടില്ല, അടുത്ത ആഴ്ച വരും. ഇപ്പോൾ തൽക്കാലം ഇതാണുള്ളത്. വേണമെന്നുള്ളൊരു വേഗം മെസ്സേജ് അയക്കുക. ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് നിർത്തിയവരാണ്, ലാഭമില്ലാഞ്ഞിട്ട് ആകെ 20-30 കയ്യിൽ കിട്ടുള്ളൂ എന്നൊക്കെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നു. അതങ്ങനെ കിട്ടാൻ കാരണം എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ ചിലവാകുന്ന പൈസ പോലും കൂട്ടാതെയുള്ള റേറ്റ് ആവും നൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് 600 ആയാലും അവർ വാങ്ങും. ഞങ്ങളടുത്ത് 200 പറഞ്ഞാൽ പോലും തരാൻ ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ വീട്ടിലൊക്കെ ഈ തമിഴത്തി ചേച്ചിമാർ വരാറുണ്ട് ചൂലായിട്ടൊക്കെ. അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യും, 200 രൂപക്ക് 4 തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ചൂലിന് 200 എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും, 3 ചൂല് 200 വാങ്ങണ രീതിക്ക് പറഞ്ഞ് താഴ്ത്തി എത്തിക്കും. അവരെ നമ്മളതിന് നിർബന്ധിതയാക്കുകയാണ്. പക്ഷെ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് അതുപോലെ പറയുമോ, ഇല്ലല്ലോ. ഷോപ്പിൽ അവരൊരു റേറ്റ് അതിലിട്ടിട്ടുണ്ടാവും. ഇത് 200 സാധനമാണ്, 200 1 പറഞ്ഞിട്ട് ഇട്ടെടുത്തിട്ട് ബില്ലിങ്ങിന് പോകും. ബില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 50 രൂപ ഡിസ്കൗണ്ട് തരീന്ന് പറയും. അതിലപ്പുറത്തേക്ക് നമ്മൾ പറയൂല. അപ്പോൾ അതെന്തുകൊണ്ടോ, പക്ഷെ ആ ചേച്ചിമാർക്ക് നിവർത്തികേടാണ്. അവർ എന്ത് പറഞ്ഞാലും കേൾക്കും എന്നുള്ള തോന്നലാണ്. അതേ തോന്നലാണ് നമ്മളെ ചുറ്റുള്ളവർ നമ്മൾ നൈറ്റി സെയിൽ ചെയ്യുമ്പോൾ പറയുന്നത്. നിങ്ങൾ ആദ്യം ഒരു ബിസിനസ്സുകാരി ആകുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് നോ എന്ന് പറയാൻ എങ്ങനെയെന്നാണ്. നോ പറയാൻ പഠിച്ചാൽ നമുക്കത് ബിസിനസ്സിലത് മാത്രമല്ല ജീവിതത്തിലും വിജയിക്കാൻ പറ്റണമെങ്കിൽ നോ പറയാൻ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. നോ ആ വാക്ക് 2 അക്ഷരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യെസ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരത്തിനേക്കാളും ഒരുപാട് വിലകളുള്ള ഒരു വാക്കാണ് നോ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും നോ എന്ന് പറയാത്തതുകൊണ്ട് മാത്രം നമ്മളെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കാക്കി വരുന്നതുണ്ട്. നമുക്ക് പേടിയാണ്. ഒരാൾ 200-നാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ ഓലോട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം പോയില്ലേ എന്നുള്ള പേടിയാണ്. അത് പറ്റരുത്. പറയണം, ഞങ്ങൾക്ക് 250 രൂപ അതിൽ നൈറ്റി എൻ്റെ തുണി വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവായതാണ്. അതില്ലാതെ ഞാനത് വിറ്റിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് അടുത്ത ആഴ്ചയും പുതിയ തുണി എടുക്കാനുള്ളതാണ്. ആ തുണി എടുക്കാനുള്ള പൈസ ഇതിമൊന്ന് എടുക്കാനുള്ളതാണ്. നൂലിനും നെക്കിനും ഒക്കെ പൈസ ആവേണ്ടതാണ്. പൈസ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കട ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നതാണ്, എൻ്റെ പുതിയാപ്പിള പറയുന്നതാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ബാക്കി പണികളൊക്കെ നിർത്തി വെച്ചിട്ട് ഇതിന് നിൽക്കേണ്ട. എനിക്ക് 10 രൂപ കിട്ടാനാണല്ലോ. അപ്പോൾ അത് കിട്ടാതെ ഞാൻ ഈ പണിക്ക് നിന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറയണവനോട് ചോദിക്കാനുള്ള ഒരു ധൈര്യം, 200-നാണെങ്കിൽ ഞാൻ തരൂല എന്ന് പറയാനുള്ള ധൈര്യം, അതാണ് വേണ്ടത്. അത് എങ്ങനെ കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, ചിന്തിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളും വേണ്ടേ കടയിൽ പോയിട്ട് ഈ 400-നോ 500-നോ സാധനം വാങ്ങുക, നൈറ്റി അടിച്ചത് വാങ്ങുക. നിങ്ങൾക്ക് ഇങ്ങനെ ഈ 200-ന് തരുന്നേക്കാളും നല്ലത് ഞാൻ അടിച്ചിട്ടുണ്ടാണ്, നിങ്ങളൊരു കടയിൽ പോയി നോക്കി ഈ റേറ്റിനെല്ലാം കിട്ടുന്നുണ്ടെന്ന് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുക.
ഒരു പ്രാവശ്യം ഒരാളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഓലെടുക്കുമ്പം ഈ ചോദ്യം ചോദിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇനിയിപ്പോൾ ആ 5 സെയിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 5 ആദ്യം എടുത്തതെന്നുണ്ടെങ്കിൽ വേറെ ഒരു 5 കൂടി വാങ്ങണം. അതല്ലെങ്കിൽ 10 നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം 5 പീസ് മാത്രം കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ആഴ്ച ഇവർക്ക് എന്ത് ചെയ്യുക, വേറെ 5 ഫോട്ടോ അയച്ചു കൊടുക്കുക. അപ്പോൾ നീ വേറെ എടുത്ത ആ 5 സെയിലായി, ഇത് വേറെ എടുത്തതാണ്, അപ്പം നമുക്ക് ആ വിലക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഓരൊക്കെ എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളി, ഈ റേറ്റാണ്. നിങ്ങൾക്ക് വില കുറഞ്ഞ് തുണി ചിലപ്പോൾ മാക്സി തുണി കിട്ടുന്നുണ്ടാവും, അത് ആ റേറ്റിന് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വാങ്ങിയതാവും. ഇത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ളതുമാണ്. നിങ്ങൾക്ക് ഇത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക. ഇത് കഫ്താൻ അടിക്കണ ആ ബോർഡർ ടൈപ്പുള്ള തുണികളാണ്. ബോർഡർ പോലെയുള്ള 2 സൈഡിലും ലൈനായിട്ട് വരുന്ന മോഡൽസാണ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി പീസുകളാകുമ്പോൾ ചെറിയ പ്രിൻ്റ് വേണ്ടവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ വേറൊരു ചെറിയ പുള്ളികളായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചുതരാം. ഇപ്രാവശ്യം എടുത്തപ്പം കുറച്ച് പീസുകളെ ഇങ്ങനത്തെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വേണ്ടവർക്ക് അത് അയച്ചു തരും. വേഗം മെസ്സേജ് അയക്കുക. നിങ്ങളെ മനസ്സിൽ എപ്പം വേണം ചിന്ത എന്താ വെച്ചാൽ നിങ്ങളെ നല്ല കാര്യം, നിങ്ങൾക്ക് നല്ലത് വരണം, നിങ്ങൾക്ക് 10 രൂപ കിട്ടണമെന്ന് ചിന്തിക്കാൻ നിങ്ങളെപ്പോലെ വേറെ ആർക്കും പറ്റൂല. ആ ഒരു ചിന്ത ഏറ്റവും കൂടുതൽ ഉണ്ടാവും നിങ്ങൾക്ക് മാത്രമാവും. അപ്പോൾ എന്താ, വേറൊരാൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയട്ടെ, നമുക്ക് വേണ്ടിയിട്ട് വേറൊരാൾ പറയാൻ വരട്ടെ, ഒരാൾ സമ്മതിക്കട്ടെ, അത് കാത്തു നിന്നാൽ നിങ്ങളാ കാത്തു നിൽക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ നല്ല കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക, അതല്ലാതെ ഒരു രക്ഷയില്ല. റെഡ്, മെറൂണ്, നേവി ബ്ലൂ ഈ 3 കളേഴ്സുകളിലായിട്ടേ ഉള്ളൂ. കോഫി ബ്രൗണ്, ബ്ലാക്ക് അതൊന്നുമില്ല. ഈ 3 കളറുകളിലായിട്ട് തന്നെയാണ് എല്ലാ പീസും ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ബ്ലാക്ക് പീസുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി പീസുകളാണ്. കഫ്താൻ അടിച്ചാൽ സൂപ്പറായിരിക്കും. കഫ്താനിൽ 2 മോഡലും. ഇതിൽ ഫ്രോക്ക് നൈറ്റി അടിച്ചാൽ വലിയ ഭംഗി ഉണ്ടാവില്ല, സാധാ ചുരിദാർ കട്ട് അടിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ടോപ്പായിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. ഇനി ഫ്രോക്ക് നൈറ്റിക്ക് സിഗ്സാഗിൻ്റെ മോഡലാണ് ഫ്രോക്ക് നൈറ്റിക്ക് ഭംഗി. മൊത്തം 180 പീസുകളേ ഉള്ളൂ. വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയക്കുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് ചെയ്തിട്ടേക്ക്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ബ്ലാക്ക് കളറിലോ വൈറ്റ് കളറിലോ സബ്സ്ക്രൈബ് എന്ന് എഴുതിയാൽ അതൊന്ന് പ്രസ് ചെയ്താൽ മതി. എൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മെറ്റീരിയൽ എടുത്തവർ അത് കിട്ടിയതോ അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ അതും കമൻ്റായിട്ടിടാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.